ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ടോസ്റ്റ് ആണ്. ബ്രെഡ് ടോസ്റ്റ് പല വേയിലുണ്ട് ചെയ്യുന്നത്. ഒന്ന് പഞ്ചസാരയും മുട്ടയും ഒക്കെ മുക്കിയിട്ടുണ്ടാക്കുന്നുണ്ട്, മസാല ഉണ്ട്. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് മസാല ബ്രെഡ് ടോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടി കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ മുട്ട വേണം, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് വേണം, ഇച്ചിരി ഉപ്പ് വേണം, പിന്നെ കുറച്ച് പാല്, ഇച്ചിരി ക്യാപ്സിക്കം, കുറച്ച് ടൊമാറ്റോ, സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, കുറച്ച് പുതിന ഇല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വറ്റൽമുളക് ചതച്ചത്, കുരുമുളക് പൊടിച്ചത്, പിന്നെ വേണ്ടത് ഇച്ചിരി മല്ലിയില, പിന്നെ കുറച്ച് ബ്രെഡ്. ഇതെല്ലാം പോയിട്ട് ഒരിച്ചിരി ബട്ടർ കൂടെ വേണം. ഇത്രയും സാധനം വേണ്ടേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം, രണ്ട് കാര്യം പറഞ്ഞുതരാം. എന്നാന്ന് വെച്ചാൽ ഇത് രണ്ട് രീതിയിലുണ്ടാക്കാം. ഒന്ന്, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വെജിറ്റബിൾസ് കംപ്ലീറ്റ്, അതായത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ടൊമാറ്റോ, ക്യാപ്സിക്കം, ഇത്രയും സാധനം എണ്ണ ഒഴിച്ച് പാനിലിട്ട് ഒന്ന് വരട്ടി എടുത്തിട്ട് നമ്മൾ മസാല ടോസ്റ്റ് ഉണ്ടാക്കുകയാണ് എങ്കിൽ മാത്രം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബൗളിൽ ഒഴിക്കുക. അതായത് പച്ചക്കറി എല്ലാം ഒരു ബൗളിലേക്ക് ആക്കുക, മുട്ട എടുക്കുക. അത് അങ്ങനെ എടുക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണ്ട. അതല്ല അതിൻ്റെ ടേസ്റ്റ് ഒരു ഇച്ചിരി ഇഷ്ടമുണ്ടെന്നുണ്ട് എങ്കിൽ വെളുത്തുള്ളി മാത്രം കുഞ്ഞായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടേച്ചാൽ മതി. അപ്പോൾ ആ ഒരു ഫ്ലേവർ, ഒരു ഗാർലിക് ബ്രെഡിൻ്റെ ഫ്ലേവർ വരും. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആയിടുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യരുത്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ ഫ്ലേവർ ഇഷ്ടമാകുന്നുവെങ്കിൽ എന്നാ ചെയ്യണം, ഒരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ച്, ബട്ടറോ എണ്ണയോ ഏതാന്ന് വെച്ചാൽ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിക്കുക. ഈ കാണുന്ന പച്ചക്കറി എല്ലാം ഇടുക, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് വഴറ്റി ആറിയതിന് ശേഷം മുട്ടയും പാലും കൂടെ ചേർത്ത് നല്ലോണം അടിച്ചേച്ച് ഗ്രിൽ ചെയ്തെടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മമാർക്ക് സമയമില്ല, ഓഫീസിൽ പോകണം, നേരമില്ല. അപ്പം ഏറ്റവും എളുപ്പമായ ഒരു വഴി ഏതാന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്തേച്ച് ഇതിനകത്തോട്ട് ആവശ്യമുള്ള ഉള്ളി, നമ്മൾ എത്ര ബ്രെഡ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച്, കുറച്ച് ടൊമാറ്റോ, കുറച്ച് ക്യാപ്സിക്കം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതിയേ, ഒത്തിരി വേണ്ട. വഴറ്റുവാണെങ്കിൽ ഇച്ചിരി ഇട്ടോ, എന്നാലും മഞ്ഞൾപ്പൊടി ഇടുന്നത് ഏറ്റവും നല്ലതല്ലേ. അതിൻ്റെ കൂടെ എരിവ് അനുസരിച്ച് പിള്ളേർക്ക് ഇപ്പം പിസ്സ മേടിച്ചാലും ബർഗേഴ്സ് മേടിച്ചാലും എന്നാ മേടിച്ചാലും ഇപ്പം റെഡ് ചില്ലി ഫ്ലേക്സ് കിട്ടും. പിള്ളേർക്ക് ഇഷ്ടമാണ് ഒരു എരിവ് വരുന്നത്. അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് ഇത് നമ്മുടെ എരിവ് അനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു നുള്ള് കുരുമുളക് പൊടി, കുറച്ച് റിഫ്രഷ്മെൻറ്റ് വരാൻ വേണ്ടി കുറച്ച് പുതിന, കുറച്ച് മല്ലിയില, അന്നേച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, ഇതിനകത്തോട്ട് കുറച്ച് പാലൊഴിക്കുക. എന്നിട്ട് ഈ രണ്ട് മുട്ടയും കൂടെ ഇതിനകത്തോട്ട് പൊട്ടിച്ചിടണം. നെക്സ്റ്റ് എന്നാ ചെയ്യുക, ഒരു ഗ്രില്ലിംഗ് പാൻ എടുക്കുക. ഗ്രില്ലിംഗ് പാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതോർത്ത് ടെൻഷൻ പിടിക്കേണ്ട. ഈ പറഞ്ഞ പോലെ സാധാ ഒരു ചപ്പാത്തിക്കല്ലോ എന്തെങ്കിലും എടുത്തേച്ചാൽ മതി. അപ്പം മാത്രമേ നമുക്ക് ഈ ഗ്രില്ലിംഗ് വെക്കുന്നതിന് ആ വരയൊന്ന് വീഴാനായിട്ടാണ്. അതിപ്പോൾ അത്യാവശ്യമൊന്നുമില്ല, വര വീണം എന്നുള്ള അത്യാവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു ഫുഡ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എടുപ്പില്ലേ, അതില്ല എന്നുണ്ടെങ്കിൽ ഈ പാട്. പിന്നെ നമ്മുടെ ഇല്ലെങ്കിൽ എന്നാ ചെയ്യുമല്ലേ, നമുക്ക് സ്വാദായിട്ടൊരു ഭക്ഷണം കഴിച്ചാൽ പോരെ, അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഗ്രില്ലിംഗ് പാൻ ചൂടായി കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഒരു ഇച്ചിരി ബട്ടർ ഇടണം. ഇത് നമ്മൾ വഴറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ ബട്ടർ ഇട്ട് തന്നെ വഴറ്റി ഇതിനകത്തോട്ട് ചേർക്കുന്ന ഏറ്റവും നല്ല. വഴറ്റുന്ന സമയത്ത്
ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല വഴറ്റിയതിന് ശേഷം ഇതേപോലെ പാലും മുട്ടയും കൂടെ അടിച്ചിട്ട് ആ വഴറ്റിയതും കൂടെ ചേർക്കുക. ഏത് വേണമെങ്കിലും ചെയ്യാം. പച്ചക്കറി ഏറ്റവും കൂടുതൽ റോ ആയിട്ട് കഴിക്കുമ്പോഴാണ് നല്ലതെന്ന് പറയും. പക്ഷേ ഇപ്പോൾ റോ ആയിട്ട് കഴിക്കുമ്പോൾ കുറേ പെസ്റ്റിസൈഡ്സ് കയറിയതാന്ന് പറയും. അതുകൊണ്ട് വേവിച്ച് തിന്നതാണ് ഫസ്റ്റ് കുറച്ചുകൂടെ നല്ലത്. അതല്ല, ഈ പറഞ്ഞ പോലെ സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്യണമല്ലോ. അതല്ല എല്ലാ വർഷവും നമ്മൾ ചിന്തിക്കണ്ടേ. ബ്രെഡിനകത്തോട്ട് നല്ലതായിട്ട് മുക്കിയിട്ട് ഇത് ശരിക്കും മസാല ബ്രെഡ് ടോസ്റ്റ് ആയിട്ട് നമുക്ക് കാണാം. ചില നമ്മൾ വയസ്സെന്നും ആൾക്കാർക്കൊക്കെ കൊടുക്കുവാണെങ്കിലുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ അവർക്കിത് അതിൻ്റെ പച്ചക്കറി ഒന്നും ചവയ്ക്കാൻ ഒക്കുകയല്ല. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി വഴറ്റി ഇടുന്നതെന്നല്ല, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളി ടൊമാറ്റോ ഒക്കെ നമ്മൾ ഇടുവല്ലേ, അതെല്ലാം ഒരു ഇച്ചിരി കട്ടി കുറച്ചേച്ച്. ചിലപ്പോൾ ഒന്ന് അപ്പച്ചന്മാർക്ക് പല്ല് കാണുകയല്ല, അന്നേരം ചവയ്ക്കാനൊക്കെ ഇച്ചിരി പ്രയാസമല്ലേ. അതുകൊണ്ട് കുറച്ചൊന്ന് എന്നാ പറയുക, കുഞ്ഞായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാം. 4 മണിക്ക് ഒരു ചായയുടെ ഒക്കെ ആണെങ്കിൽ എന്നാ സന്തോഷമാണ്. ഈ വഴറ്റുന്നതെല്ലാം വഴറ്റുവാണെങ്കിൽ ബട്ടറിൽ തന്നെ ചെയ്യുന്ന കുറച്ചുകൂടെ നല്ലത്. ഇത് സ്കൂളിൽ കൊടുത്തു വിടാം. ഇല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് നല്ല ചൂട് ചായയും ഈ ബ്രെഡും കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ മുരിയുന്നത് നമ്മുടെ ഒക്കെ ഇഷ്ടം പോലെ. നമ്മൾ സാധാ കല ഇടുവാണെങ്കിൽ ഇതേപോലെ അങ്ങനെ വരാനൊന്നും നിൽക്കേണ്ട. ആ സൈഡ് ലേശം ഒരുപാട് അങ്ങ് കറുപ്പിച്ച് കളയല്ല, ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് അങ്ങ് എടുത്തേച്ചാൽ മതി. ഇതിനകത്തുള്ളൊരു ഗുണം വെച്ചാൽ ആ വര വീഴും, അപ്പോൾ ഒരു രസമാണ് അത്. ഇതിനധികം വേവില്ല. മുട്ടയ്ക്കൊക്കെ അറിയാമല്ലോ, നമുക്ക് ഒത്തിരി വേവുള്ള കൂട്ടത്തിലുള്ളതൊന്നും അല്ല. നല്ലോണം മുരിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഈ ബ്രെഡ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് മോയിസ്റ്റ് ആവും, കുറച്ച് സോഫ്റ്റ് ആവും. അപ്പോൾ എല്ലാവർക്കും കഴിക്കാവുന്നേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും ഇച്ചിരി എന്താ പറയുക, യൂത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഇച്ചിരി മൊരിഞ്ഞ് കഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഏതാന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. യൂത്ത് കൺസിഡർ ചെയ്യണം, വയസ്സെന്നവരെ കൺസിഡർ ചെയ്യണം, എല്ലാവരെയും, എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരെയും നോക്കാം. ഇതുപോലെ എല്ലാ സ്ലൈസസും ഇങ്ങനെ മുരിച്ചെടുത്തേച്ചാൽ മതി. ഇത് ഞാൻ മെയിനായിട്ട് ഇവിടെ ഉണ്ടാക്കാൻ കാര്യം എന്നാണെന്നറിയാവോ, ഇത് നമ്മൾ ബ്രെഡ് ഓംലെറ്റ് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും കുഞ്ഞുനാൾ മുതൽ, ഇപ്പം നമ്മുടെ മക്കളുടെ കാര്യമായാലും ശരി, അവരെ നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് ബ്രെഡ് ഓംലെറ്റ്. ഇത് പക്ഷേ ചിലർക്ക് ഇത് ഭയങ്കരമായിട്ട് ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു മെയിൻ സാധനമാണ്. അത് ബേസിക്കലി എന്താ പറയുക, തിരുവനന്തപുരംകാരാകുമ്പം ഇന്ത്യൻ കോഫീസുമായിട്ട് ഒരുപാട് അടുത്ത് കിടക്കുന്ന ഒരു വിഭവമാണ് ഈ ഒരു ബ്രെഡ് ഓംലെറ്റ്. മിക്കപ്പോഴും എൻ്റെ പപ്പായൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെയൊക്കെ കോളേജ് ടൈംസിൽ വൈകുന്നേരം ചായ കുടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ബ്രെഡ് ഓംലെറ്റ് ആണ് എന്ന് പറഞ്ഞ പോലെ. എൻ്റെ ഒരു കേട്ടറിവാണ്, പൊളിറ്റീഷ്യൻസൊക്കെ ഏറ്റവും കൂടുതൽ ഒത്തുചേരുന്നതും എല്ലാം ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ കോഫീസിലാണ്. അവർക്ക് അതിൻ്റെതായ ഇത് കഴിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ നൊസ്റ്റാൾജിയാസ് ഒരുപാടുണ്ട്.